Hi all, welcome to Set Your Life with me. ഇന്ന് The Nun's Priest's Tale ആൻഡ് The Merchant's Tale ഇത് രണ്ടുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മങ്ക് ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു ബാഡ് എൻഡുള്ള ഒരു സ്റ്റോറി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹോസ്റ്റ് ആസ്ക്ഡ് ടു ടെൽ എ ടെയിൽ ഓപ്പോസിറ്റ് ടു ട്രാജഡി ആയിട്ടുള്ള ഒരു സ്റ്റോറി മങ്കിൻ്റെത് കേട്ടതിന് ശേഷം ഹോസ്റ്റ് ഒരു നല്ല എൻഡുള്ള ഒരു ഓപ്പോസിറ്റ് ട്രാജഡി ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയാൻ ആവശ്യപ്പെടുന്നു. ആൻഡ് ഹി സെലക്ട്സ് ദ നൺസ് പ്രീസ്റ്റ് എന്ന് പറയുന്നത് പ്രയറസിൻ്റെ നണ്ണിനെയും അക്കോമഡി ചെയ്ത് വന്ന ആളാണ്. നൺസ് പ്രീസ്റ്റ് ടെയിൽ ബീസ്റ്റ് ഫേബിളിൻ്റെ ഒരു എക്സാമ്പിളാണ്. ബീസ്റ്റ് ഫേബിൾ എന്ന് പറഞ്ഞാൽ ഒരു മോറൽ ഉണ്ടാവും, പ്ലസ് ആനിമൽസ് ആയിരിക്കും അതിലത്തെ ക്യാരക്ടേഴ്സ്. സ്റ്റോറി നോക്കാം. A poor widow lives in a cottage with her 2 daughters. She has 3 cows, 3 sows, sheep and some chickens. ആ poor widow 2 daughters ഉണ്ട്, പ്ലസ് she holds 3 cows, 3 sows, sheep and some chickens. കുറച്ച് ചിക്കൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ വളരെ ഹാൻസം ആയിട്ടുള്ളൊരു റൂസ്റ്ററാണ് ചാൻഡിക്ലിയർ. ചാൻഡിക്ലിയർ എന്ന വേർഡിൻ്റെ മീനിങ് സിങ്സ് ക്ലിയർലി എന്നാണ് ഫ്രഞ്ചിൽ. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അത്രയും ലൗഡ് വോയിസാണ് റൂസ്റ്ററിന്, ചാൻഡിക്ലിയറിന്. ആൻഡ് ഹീ സിങ്സ് വെരി ബ്യൂട്ടിഫുള്ളി ആൻഡ് ക്ലിയർലി. ആ ചാൻഡിക്ലിയറിന് കുറേ ഹെൻ വൈഫ്സ് ഉണ്ട്. ആ വൈഫ്സിൽ പേർട്ട്ലോട്ടാണ് ചാൻഡിക്ലിയറിൻ്റെ ഫേവററ്റ് വൈഫ്. അപ്പോൾ ഒരു പുവർ വിഡോ ഒരു കോട്ടേജിൽ താമസിക്കുന്നുണ്ട് വിത്ത് 2 daughters. അവർക്ക് കുറച്ച് കോഴികളും ഷീപ്പ്, സോസ്, കൗസ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ചിക്കൻസിൽ കുറേ ഹെൻ വൈഫ്സുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻസം ആയിട്ടുള്ള റൂസ്റ്റർ ഉണ്ട് ചാൻഡിക്ലിയറിൻ്റെ ഫേവററ്റ് വൈഫാണ് പേർട്ട്ലോട്ട്. Chanticleer has a terrible nightmare that a beast threatens to kill him. ഒരു ദിവസം രാത്രി ഉറങ്ങുമ്പോൾ ചാൻഡിക്ലിയറിന് ഒരു വളരെ പേടിപ്പെടുന്ന ഒരു നൈറ്റ്മെയർ ഉണ്ടായി. ഒരു ബീസ്റ്റ് ത്രെറ്റൻസ് ടു കിൽ ഹിം. അത് വൈഫുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ വൈഫ് അത് സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല, പക്ഷെ ചാൻഡിക്ലിയറിന് എന്തോ വരാൻ പോകുന്ന അപകടത്തിൻ്റെ സൂചനയായിട്ടാണ് തോന്നുന്നത്. One day, a hungry fox arrives there. It follows Chanticleer and other hen wives. ഒന്നിനെ പിടിക്കാൻ വേണ്ടി ചാൻസ് വെയിറ്റ് ചെയ്യായിരുന്നു ആ ഫോക്സ്. Another day, that fox goes to Chanticleer. ഫോക്സിനെ കണ്ടപ്പോൾ ചാൻഡിക്ലിയർ നന്നായിട്ടൊന്ന് പേടിക്കും. ഫോക്സ് പറയും no need to be afraid. എന്നിട്ട് ഫോക്സ് ചാൻഡിക്ലിയറിനെ നന്നായിട്ട് അങ്ങ് പ്രൈസ് ചെയ്യാണ്, പുകഴ്ത്തുകയാണ്. ഫോക്സ് പ്രൈസസ് ചാൻഡിക്ലിയർ that Chanticleer has an attractive voice and he wants to hear a song from him. ചാൻഡിക്ലിയറിനോട് ഫോക്സ് പറയാണ്, നിൻ്റെ പാട്ട് ഞാൻ കേൾക്കാറുണ്ട്, അതിമനോഹരമായിട്ട് നീ പാടുന്നുണ്ട്, ഒന്നുകൂടി എനിക്ക് നിൻ്റെ പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലാറ്ററിയിൽ ചാൻഡിക്ലിയർ വീണു പോകുന്നു. Chanticleer feels pride, he beats his wings, stands on his toes, stretches his neck and closes his eyes and starts singing. ഫോക്സിൻ്റെ ഫ്ലാറ്ററിയിൽ വീണിട്ട് പാട്ട് പാടാൻ, കണ്ണടച്ച് പാട്ട് പാടാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് ചാൻഡിക്ലിയർ. നല്ലൊരു ചാൻസ് കിട്ടിയപ്പോൾ ഫോക്സ് ക്യാച്ചസ് ചാൻഡിക്ലിയർ ആൻഡ് സ്ലിങ്സ് അവേ. ചാൻഡിക്ലിയറിനെയും കൊണ്ട് ആ ഫോക്സ് runs away. And ചാൻഡിക്ലിയറിൻ്റെ ഫേവററ്റ് വൈഫായിട്ടുള്ള പേർട്ട്ലോട്ട് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആൻഡ് ക്രൈസ് ലൗഡ്ലി. പേർട്ട്ലോട്ട് വാച്ചസ് ആൻഡ് ക്രൈസ്
loudly. ചാൻഡിക്ലിയറിനെയും കൊണ്ട് ഒരു ഫോക്സ് പോകുന്നത് പേർട്ട്ലോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പേർട്ട്ലോട്ട് ഒച്ചത്തിൽ കരയുന്നു. അത് കേട്ടിട്ട് വിഡോ, ഹെർ ഡോട്ടേഴ്സ്, ഡോഗ്സ് ഫോളോ ദി ഫോക്സ്. വിഡോയുടെ ഡോട്ടേഴ്സ് അതേപോലെ തന്നെ ഡോഗ്സൊക്കെ ആ ഫോക്സിനെ ഫോളോ ചെയ്യുന്നു. ചാൻഡിക്ലിയർ ഈസ് വെരി ക്ലവർ. ഇപ്പോൾ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫോക്സ് ഇത്രയും പുകഴ്ത്തി പറഞ്ഞതെന്ന് മനസ്സിലായിട്ട് ചാൻഡിക്ലിയർ ക്ലവർലി സേസ് ടു ഫോക്സ് ടു ഷൗട്ട് ഇൻസൾട്ട്സ് അറ്റ് ദ ഫോളോവേഴ്സ് ഓഫ് പെർസ്യൂവേഴ്സ്. പുറകിൽ വരുന്ന ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ നേരെ ഇൻസൾട്ട്സ് ഷൗട്ട് ചെയ്യാൻ, അതായത് ഉറക്കെ അവരോട് സംസാരിക്കാൻ ചാൻഡിക്ലിയർ ഫോക്സിനോട് പറയുന്നു. ഫോക്സ് ഒരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. ശരിക്കും ഫോക്സ് ഒരു ഫൂളാണ്. അപ്പോൾ ഫോക്സ് അതൊരു നല്ല ഐഡിയ ആണ് എന്ന് തോന്നിയിട്ട് ചാൻഡിക്ലിയർ പറഞ്ഞതുപോലെ പെർസ്യൂവേഴ്സിനെതിരായിട്ട് ഉറക്കെ സംസാരിക്കാൻ വേണ്ടി വായു തുറക്കുന്നു. Fox opens his mouth to do so by thinking it as a good idea. At that time, Chanticleer escapes from the mouth and flies into a high area. ഫോക്സ് വായ തുറന്നപ്പോൾ തന്നെ ചാൻഡിക്ലിയർ എസ്കേപ്സ് ഒരു ഹൈ ഏരിയയിൽ പോയിരിക്കുന്നു. ബട്ട് ദ ഫോക്സ് ട്രൈസ് ടു ഫ്ലാറ്റർ ചാൻഡിക്ലിയർ എഗെയിൻ. വീണ്ടും ചാൻഡിക്ലിയറിനെ പിടിക്കാൻ വേണ്ടി നേരത്തെ പ്രയോഗിച്ച അതേ സൂത്രം തന്നെ ഫോക്സ് വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് ചാൻഡിക്ലിയർ ലേൺസ് ദ ലെസൺ നെവർ ട്രസ്റ്റ് എ ഫ്ലാറ്ററർ. ഒരിക്കലും പുകഴ്ത്തുന്ന ആളുകളെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള ലെസൺ ചാൻഡിക്ലിയർ പഠിക്കുന്നു. അപ്പോൾ ഒരു മോറലോടുകൂടി ആനിമൽസ് ക്യാരക്ടേഴ്സ് ആക്കി എഴുതിയിട്ടുള്ള ഒരു ടെയിലാണ് നൺസ് പ്രീസ്റ്റ് ടെയിൽ, ബീസ്റ്റ് ഫേബിൾ. Next, the merchant's tale. Merchant married a horrible woman and tells that married life is filled with problems and grief. മെർച്ചൻറ്റിൻ്റെ സ്റ്റോറി, ഓൺ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ട്രാജിക് ആയിട്ടുള്ള കാര്യമാണ്. മാരീഡ് ലൈഫ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇസ് ഫിൽഡ് വിത്ത് പ്രോബ്ലംസ് ആൻഡ് ഗ്രീഫ്. സോ മെർച്ചൻറ്റിൻ്റെ സ്വന്തം കഥ പറയാൻ വേണ്ടിയിട്ട് ഹോസ്റ്റ് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ മെർച്ചൻറ്റ് റെഫ്യൂസസ്. എൻ്റെ കഥയല്ല, ഞാൻ വേറൊരു കഥ പറയാം എന്ന് പറഞ്ഞിട്ട് മെർച്ചൻറ്റ് ടെയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് മെർച്ചൻറ്റ്സ് ടെയിൽ ഇസ് എ ഫാബ്ല്യൂ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാബ്ല്യൂ. മെർച്ചൻറ്റ്സ് ടെയിൽ ഇസ് എ ഫാബ്ല്യൂ. Here the main character is January. January is an old knight. He is a bachelor. 60 വയസ്സായി. 60 വയസ്സിന് ശേഷമാണ് മാരേജ് വേണമെന്ന് ജാനുവരിക്ക് തോന്നുന്നത്. സോ ഹി കോൾസ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ടെൽസ് ഹിസ് ഡിസയർ. ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു കൂട്ടി എനിക്കൊരു യങ് ലേഡിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അറിയിക്കുന്നു. ബിക്കോസ് ജാനുവരി ഓൾഡാണ്. ഒരു യങ് ലേഡീനെ കല്യാണം കഴിച്ചാൽ നല്ലൊരു സപ്പോർട്ടാവുമെന്ന് ജാനുവരി വിഷ് ചെയ്യുന്നു. ബട്ട് സം ഓഫ് ഹിസ് ഫ്രണ്ട്സ് ആക്സെപ്റ്റ്, ബട്ട് സം അതേഴ്സ് ടോക്ക് അഗെയിൻസ്റ്റ് ഹിസ് വിഷ്. കുറച്ച് ഫ്രണ്ട്സ് അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മാരേജ് നല്ലതാണ്, നെസസറി ആണ് എന്ന് പറയുന്നു. ചില ആളുകൾ അതിനെതിരായിട്ട് സംസാരിക്കുന്നു. സം വാണ്ട് ദാറ്റ് ടു മാരി എ യങ് ലേഡി ഈസ് ലൈക്ക് ടു കക്കോൾഡ് ഓൾഡ് ഹസ്ബൻഡ്. കുറച്ച് പ്രായമുള്ള ആളെ കല്യാണം കഴിച്ചാൽ ചില യങ് ലേഡീസ് സീക്രട്ട് റിലേഷൻഷിപ്പ് മറ്റുള്ളവരുമായിട്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ ഒരു യങ് ലേഡീനെ കല്യാണം കഴിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് ചില ഫ്രണ്ട്സ് വാൺ ചെയ്യുന്നു. ബട്ട് ആഫ്റ്റർ കുറേ സെർച്ചിന് ശേഷം ജാനുവരി ഫൈൻഡ്സ് എ യങ് ലേഡി നെയ്ഡ് മെയ് ആൻഡ് മാരീസ് ഹർ. മെയ് എന്ന പേരുള്ള ഒരു യങ് ആയിട്ടുള്ള ലേഡിയെ തന്നെ ജാനുവരി കല്യാണം കഴിക്കുന്നു. ജാനുവരിക്ക് കുറേ സെർവൻസ് ഉണ്ട്, സ്ക്വയേഴ്സ്. One of the squires named Damian. Damian sees May and falls in love with her.
ഡാമിയൻ എന്ന പേരുള്ള ഒരു സെർവൻ്റ് മേയെ കണ്ടിട്ട് falls in love with her, and he writes a love letter and pins that letter in a silk purse next to his heart. ഹാർട്ടിൻ്റെ മേലെ ഒരു സിൽക്ക് പേഴ്സ് പിൻ ചെയ്തിട്ട് അതിൽ ഒരു ലവ് ലെറ്റർ എഴുതി വയ്ക്കുകയാണ് ഡാമിയൻ. ഡാമിയൻ ജാനുവരിയുടെ സെർവൻ്റ് ആണെന്ന് പറഞ്ഞു. ഒരു ദിവസം ഡാമിയൻ ജാനുവരി അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുന്നു. ആൻഡ് ബിക്കോസ് he is sick and takes leave. One day Damien is sick and takes leave. ഒരു ദിവസം അസുഖമായതുകൊണ്ട് ഡാമിയൻ ജാനുവരിയുടെ കൂടെ പോയില്ല. ജാനുവരി ലീവ് എടുത്തു, ഡ്യൂട്ടിക്ക് കയറാണ്ട് ലീവ് എടുത്തു. സോ ഡാമിയനെ കാണാത്തത് കൊണ്ട് ജാനുവരി ചോദിക്കുന്നു. ആൻഡ് വൺ ഓഫ് ദി സ്ക്വയേഴ്സ് told January that Damien is ill. ഡാമിയൻ സുഖമില്ല, അതുകൊണ്ടാണ് ഇന്ന് വരാത്തതെന്ന് ഡാമിയൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ജാനുവരിയോട് പറയുന്നു. ഡാമിയന് സുഖമില്ലാത്തതുകൊണ്ട് ജാനുവരി സെൻസ് ഹിസ് വൈഫ് മേ ടു വിസിറ്റ് ഡാമിയൻ. ഡാമിയനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈഫായിട്ടുള്ള മെയ്യെ ജാനുവരി അയക്കുകയാണ്. ആൻഡ് ടു ഇൻഫോം ദാറ്റ് ജാനുവരി വിൽ സൂൺ വിസിറ്റ് ഡാമിയൻ. ജാനുവരി പെട്ടെന്ന് തന്നെ ഡാമിയനെ വിസിറ്റ് ചെയ്യുമെന്ന് അറിയിക്കാനും പറയുന്നു. മെയ്യെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഡാമിയൻ ഗിവ്സ് ദ ലെറ്റർ ടു മെയ്. നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ലവ് ലെറ്റർ മെയ്ക്ക് ഡാമിയൻ കൊടുക്കുകയാണ്. ബട്ട് ഷീ ഹൈഡ്സ് ഇറ്റ്. പിന്നെ വായിക്കാം, ആരെങ്കിലും കണ്ട മോശമാണെന്ന് തോന്നിയിട്ട് ഷീ ഹൈഡ്സ് ദാറ്റ് ലെറ്റർ. വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞിട്ട് ഷീ റീഡ്സ് ദ ലെറ്റർ. ആഫ്റ്റർ റീഡിങ് ഇറ്റ് ഷീ tears ആൻഡ് പുട്ട് ദ ലെറ്റർ ഇൻ ദ ടോയ്ലറ്റ് ടു നോട്ട് ടു ഹാവ് ഡിസ്കവേർഡ്. വേറെ ആരും കണ്ടെത്താണ്ടിരിക്കാൻ വേണ്ടി വായിച്ചതിന് ശേഷം ആ ലവ് ലെറ്റർ മെയ് കീറി ടോയ്ലറ്റിലേക്ക് ഇടുകയാണ്. ബട്ട് അതിനൊരു റിപ്ലൈ കൊടുക്കണമെന്ന് അവർ തീരുമാനിച്ചു. ഷീ റിപ്ലൈസ് ടു ഹിസ് ലെറ്റർ ആൻഡ് പുട്ട് ദാറ്റ് ലെറ്റർ അണ്ടർ ഡാമിയൻസ് പില്ലോ ആൻഡ് ഷേക്ക് ഹിസ് ഹാൻഡ്സ് സീക്രട്ട്ലി. ഡാമിയൻ്റെ അടുത്ത് പോകുന്നു. ഡാമിയൻ്റെ പില്ലോയുടെ ചോട്ടിൽ ലെറ്റർ വയ്ക്കുകയാണ് മെയ്. എന്താരും കാണാണ്ട് മെയ് ഷേക്സ് ഡാമിയൻസ് ഹാൻഡ്സ് സീക്രട്ട്ലി. നെക്സ്റ്റ് മോർണിംഗ് ഹിസ് ഇൽനെസ് വാനിഷ്ഡ് ആൻഡ് റിട്ടേൺസ് ടു ഹിസ് ജോബ്. അടുത്ത ദിവസം ആകുമ്പോഴേക്ക് സിക്നെസ്സൊക്കെ മാറി ഡാമിയൻ വീണ്ടും ജോലിയിൽ കയറുന്നു. ജാനുവരി ബിക്കംസ് ബ്ലൈൻഡ്. ഓൾഡ് ആയതുകൊണ്ട് തന്നെ ജാനുവരി ബിക്കംസ് ബ്ലൈൻഡ് ആൻഡ് ഹി ബിക്കംസ് മോർ പൊസസീവ്. വൈഫായിട്ടുള്ള മെയ്യുടെ കാര്യത്തിൽ ജാനുവരി വളരെയധികം പൊസസീവാണ്. ആൻഡ് ഹി അക്കമ്പനീസ് ഹിസ് വൈഫ്. എപ്പോഴും വൈഫായിട്ടുള്ള മെയ്യുടെ കൂടെയാണ് ജാനുവരി ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ മെയ്ക്ക് ഡാമിയനോടുള്ള ഇഷ്ടം എക്സ്പ്രസ് ചെയ്യാനോ പരസ്പരം മീറ്റ് ചെയ്യാനോ പറ്റാണ്ടായി. അത് മെയ്ക്കും ഡാമിയനും വളരെയധികം വിഷമം ഉണ്ടാക്കി. ഡാമിയൻ ആൻഡ് മെയ് സെൻസ് ലെറ്റേഴ്സ്. അവരവരുടെ ഇഷ്ടം എക്സ്പ്രസ് ചെയ്യുന്നത് ലെറ്റേഴ്സ് വഴി, സീക്രട്ട് സൈൻസ് വഴിയൊക്കെയായി. ദർ ഈസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇൻ ദ ഹൗസ് വിച്ച് ജാനുവരി ലവ്സ് വെരി മച്ച്. ജാനുവരിക്ക് ഇഷ്ടമുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡൻ്റെ കീ ജാനുവരിയുടെ കയ്യിലാണ്. വൺ ഡേ ജാനുവരി അറിയാണ്ട് മെയ് ഇംപ്രിൻറ്റഡ് ദ കീ ഇൻ വാക്സ് ആൻഡ് ഡാമിയൻ മെയ്ഡ് എ കോപ്പി ഓഫ് ഇറ്റ്. ഹസ്ബൻഡായിട്ടുള്ള ജാനുവരി അറിയാണ്ട് മെയ് ആ കീയുടെ ഇമേജ് ഒരു വാക്സിൽ പതിപ്പിക്കുന്നു ആൻഡ് അത് ഡാമിയന് കൊടുക്കുന്നു. ഡാമിയൻ മെയ്ഡ് എ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഓഫ് ഇറ്റ്. സോ ജാനുവരി അറിയാണ്ട് അവർക്ക് ആ ഗാർഡനിൽ കയറി അവരുടെ ഇഷ്ടം എക്സ്പ്രസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാവാം അവർ ആ ഒരു കീയുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടാക്കുന്നത്. വൺ ഡേ ജാനുവരി ടെംപ്റ്റ്സ് ഹിസ് വൈഫ് മെയ് ടു ദ ഗാർഡൻ ടു ഹാവ് സെക്സ്. സെക്ഷുവൽ ഡിസയർ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജാനുവരി വൈഫായിട്ടുള്ള മെയ്യെ ആ ബ്യൂട്ടിഫുൾ ഗാർഡൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഡാമിയൻ എൻറ്റേഴ്സ് ബിഫോർ മെയ് ആൻഡ് ജാനുവരി എൻ്റർ ദ ഗാർഡൻ.
മെയ്യും ജാനുവരിയും അകത്ത് കിടക്കുന്നതിന് മുന്നേ ജാനുവരി കാണാണ്ട് ഡാമിയൻ ആ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ചിട്ട് ഗാർഡൻ്റെ അകത്ത് കയറുന്നുണ്ട്. മെയ് സിഗ്നൽ ഡാമിയൻ ടു ക്ലൈംബ് അപ്പ് എ ട്രീ ഫുൾ ഓഫ് ഫ്രൂട്ട്സ്. നിറയെ ഫ്രൂട്ട്സ് ഉള്ള ഒരു ട്രീ കാണിച്ചിട്ട് ഡാമിയനോട് മെയ് അതിൻ്റെ മുകളിലേക്ക് കയറാൻ ആവശ്യപ്പെടുകയാണ്. ഇതൊക്കെ പ്ലൂട്ടോ ആൻഡ് ഹിസ് വൈഫ് പ്രോസർപിന രണ്ടുപേരും കാണുന്നുണ്ടായിരുന്നു. പ്ലൂട്ടോ കിങ് ഓഫ് ഫെയറീസ് ആണ്, ഹിസ് വൈഫ് പ്രോസർപിന രണ്ടുപേരും ഇതൊക്കെ കാണുകയാണ്. പ്ലൂട്ടോ വാണ്ട്സ് ടു റീസ്റ്റോർ ജാനുവരീസ് ഐസൈറ്റ്. മെയ് ചതിക്കാണ്ടിരിക്കാൻ വേണ്ടി പ്ലൂട്ടോയ്ക്ക് ജാനുവരിയുടെ ഐസൈറ്റ് റീസ്റ്റോർ ചെയ്യണമെന്ന് ആഗ്രഹം പറയാണ്. Proserpina rejects her husband because she wants May to have sex with Damian and ends Pluto's argument. പ്ലൂട്ടോ ജാനുവരിയുടെ ഐസൈറ്റ് റീസ്റ്റോർ ചെയ്യാം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ വൈഫായിട്ടുള്ള പ്രോസർപിന റിജക്ട്സ് ഹർ ഹസ്ബൻഡ് ബിക്കോസ് പ്രോസർപിനയ്ക്ക് മെയ്യും ഡാമിയനും തമ്മിലൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ പ്രോസർപിന റിജക്ട്സ് ഹർ ഹസ്ബൻഡ് and ends Pluto's argument. Damian sits on the top of the tree. May പറഞ്ഞ പോലെ ഡാമിയൻ ആ ട്രീയുടെ മുകളിലിരിക്കുകയാണ്. May tells January that she wants to pick and eat the fruits. May ആ ട്രീയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടി ഒരു ഐഡിയ പ്രയോഗിക്കുകയാണ്. മെയ് ഹസ്ബൻഡായിട്ടുള്ള ജാനുവരിയോട് പറയാണ്, ജാനുവരിക്ക് കണ്ണ് കാണില്ല, സോ ജാനുവരിയോട് പറയാണ് എനിക്ക് ഈ മരത്തിൻ്റെ മുകളിലുള്ള ഫ്രൂട്ട്സൊക്കെ പറിച്ച് കഴിക്കണം. അപ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജാനുവരി ഷീ ക്ലൈംബ് അപ്പ് ദ ട്രീ ആൻഡ് സ്റ്റാർട്ട്സ് ടു ഹാവ് സെക്സ് വിത്ത് ഡാമിയൻ. സോ ജാനുവരിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് മെയ് ആ മരത്തിന് മുകളിലേക്ക് കയറാണ്. സോ ബ്ലൈൻഡ് ആയിട്ടുള്ള ഹസ്ബൻഡ് ജാനുവരിയെ മെയ് ചതിക്കുകയാണ്. മെയ് ആ മരത്തിന് മുകളിലേക്ക് കയറുകയും ഡാമിയനുമായിട്ട് സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയും ചെയ്യാണ്. സോ ഇതൊക്കെ പ്ലൂട്ടോവും വൈഫും കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ് ദാറ്റ് ടൈം പ്ലൂട്ടോ ഗിവ്സ് ജാനുവരീസ് ഐസൈറ്റ് ബാക്ക്. സോ പ്ലൂട്ടോ വൈഫ് പറയുന്നത് കേൾക്കാണ്ട് ജാനുവരിയുടെ ഐസൈറ്റ് റീസ്റ്റോർ ചെയ്യാണ്. പെട്ടെന്ന് ഐസൈറ്റ് കിട്ടിയപ്പോൾ ജാനുവരി വൈഫായിട്ടുള്ള മേയും ഡാമിയനും കൂടെ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ടു ആൻഡ് ഹി ബിക്കംസ് ആംഗ്രി. മെയ്യോട് എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ഹസ്ബൻഡായിട്ടുള്ള ജാനുവരി ചോദിച്ചപ്പോൾ മെയ് ആർഗ്യൂസ് ദാറ്റ് ഷീ ഈസ് സ്ട്രഗ്ലിംഗ് ആൻഡ് ദ ബെസ്റ്റ് വേ ടു റീസ്റ്റോർ ഹിസ് ഐസൈറ്റ് ഈസ് ടു സ്ട്രഗിൾ വിത്ത് എ മാൻ ഇൻ എ ട്രീ. സോ ചതിക്കല്ല എന്ന് ഹസ്ബൻഡിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മെയ് ഒരു കളവ് പറയുന്നു. മരത്തിന് മുകളിലിരിക്കുന്ന മനുഷ്യനുമായിട്ട് സ്ട്രഗിൾ ചെയ്താൽ ഹസ്ബൻഡായിട്ടുള്ള ജാനുവരിയുടെ ഐസൈറ്റ് തിരിച്ച് കിട്ടും എന്നറിഞ്ഞതുകൊണ്ട് ഈ മരത്തിൻ്റെ മുകളിലിരുന്ന് ഈ ഒരു മനുഷ്യനുമായിട്ട് സ്ട്രഗിൾ ചെയ്യാണ് ഞാൻ എന്ന് മെയ് പറയുന്നു. ഫസ്റ്റ് അത് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും പിന്നീട് ജാനുവരി ട്രസ്റ്റ് ഹിസ് വൈഫ്, ഹഗ്സ് ആൻഡ് കിസസ് ഹിസ് വൈഫ്. തനിക്ക് വേണ്ടി വൈഫ് ഇത്രയും കഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞിട്ട് ജാനുവരി വൈഫായിട്ടുള്ള മെയ്യെ ഹഗ് ചെയ്യുന്നു, കിസ് ചെയ്യുന്നു. സോ മെർച്ചൻസ് ടെയിൽ കേട്ടിട്ട് ഹോസ്റ്റ് പ്രേസ് ടു ഗോഡ് ടു കീപ് ഹിം ഫ്രം സച്ച് എ വൈഫ്. ഇങ്ങനെയുള്ള വൈഫിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഹോസ്റ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഫുൾ ഓഫ് സിംബോളിസം ഉള്ള ഒരു ടെയിലാണ് ദ മെർച്ചൻസ് ടെയിൽ. ജാനുവരി ഓൾഡ് ഏജിനെയും മെയ് യങ് ഏജിനെയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഹോസ്റ്റിൻ്റെ വൈഫ് എന്ന് പറയുന്നത് വളരെ കൈൻഡ് ഹാർട്ടഡ് ആണ്, ഇതുപോലൊരു വൈഫല്ല എന്ന് ഹോസ്റ്റ് പറയുന്നുണ്ട്. എന്തായാലും ഇതോട് കൂടിയിട്ട് ദ മെർച്ചൻസ് ടെയിലും ദ നയൻസ് പ്രീസ്റ്റ് ടെയിലും കഴിയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.